സൂചന കണ്ടുപഠിച്ചില്ലെങ്കിൽ സമരത്തിന്റെ ഗതി മാറും. സമരത്തിന്റെ ഗതി മാറും. പ്രതിഷേധ സിന്ദാബാദ്. തൃശൂർ ഇരിങ്ങാലക്കുട ബ്ലോക്ക് പഞ്ചായത്തിൽ ഭിന്നശേഷിക്കാരിയായ സെക്രട്ടറി പണ്ടു സിന്ധു നേരിട്ടുകൊണ്ടിരിക്കുന്ന ശാരീരിക മാനസിക പീഡനങ്ങളെക്കുറിച്ച് മെട്രോ പോസ്റ്റ് സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം കഴിഞ്ഞ ദിവസം റിപ്പോർട്ട് ചെയ്തിരുന്നു. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റും ഭരണസമിതിയും ബ്ലോക്ക് പഞ്ചായത്ത് സെക്രട്ടറിക്കെതിരെ നടത്തുന്ന മനുഷ്യത്വരഹിതമായ പ്രവർത്തനങ്ങൾ പുറത്തുവന്നതോടെ സമൂഹത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള പ്രതിഷേധം ഉയർന്നു കഴിഞ്ഞു. കേരളത്തിലെ ഭിന്നശേഷി ജീവനക്കാരുടെ ഏകീകൃത സ്വതന്ത്ര സംഘടനയായ ഡിഫറന്റ്ലി ഏബിൾഡ് എംപ്ലോയീസ് അസോസിയേഷന്റെ തൃശൂർ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഇരിങ്ങാലക്കുട ബ്ലോക്ക് പഞ്ചായത്ത് ഓഫീസിന് മുൻപിൽ പ്രതിഷേധ ധർണ നടത്തി. സെപ്റ്റംബർ 5 വ്യാഴാഴ്ച രാവിലെ 10 മണിക്ക് ആരംഭിച്ച പ്രതിഷേധ ധർണ പരിസ്ഥിതി സാമൂഹിക പ്രവർത്തകൻ CR നീലകണ്ഠൻ ഉദ്ഘാടനം ചെയ്തു. കേരളത്തിലെ ഭിന്നശേഷി ജീവനക്കാർക്ക് അധികാരവർഗങ്ങളിൽ നിന്നും നേരിടുന്ന വിവിധങ്ങളായ ശാരീരിക മാനസിക പീഡനങ്ങൾ പൊതുസമൂഹത്തിന്റെ ശ്രദ്ധയിൽ കൊണ്ടുവരികയും ശാശ്വത പരിഹാരം കണ്ടെത്താൻ പോരാട്ടം നടക്കുകയും വേണമെന്ന് CR നീലകണ്ഠൻ ഓർമ്മിപ്പിച്ചു. സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഡിഫറന്റ്ലി ഏബിൾഡ് എംപ്ലോയീസ് അസോസിയേഷന്റെ നേതാക്കളും പ്രതിനിധികളും പ്രതിഷേധ ധർണയിൽ പങ്കെടുക്കാനെത്തി. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റിന്റെയും ഭരണസമിതിയുടെയും നിയമവിരുദ്ധമായ പ്രവർത്തനങ്ങൾക്ക് കൂട്ടുനിൽക്കാത്തതിലുള്ള വിരോധം മൂലമാണ് വീൽചെയറിൽ സഞ്ചരിക്കുന്ന സെക്രട്ടറി പണ്ടു സിന്ധുവിനെ അധികാരികൾ പീഡിപ്പിക്കുന്നതെന്ന് ഡിഫറന്റ്ലി ഏബിൾഡ് എംപ്ലോയീസ് അസോസിയേഷന്റെ സംസ്ഥാന പ്രസിഡന്റ് വർഗീസ് തെക്കേത്തല മെട്രോ പോസ്റ്റിൽ പ്രതികരിച്ചു. വളരെ വേദനയോടുകൂടിയാണ് നമ്മുടെ തൃശ്ശൂർ ജില്ലയിലെ കേരളത്തിന്റെ വിവിധ ജില്ലകളിൽ നിന്ന് ഭിന്നശേഷിക്കാരൊന്നും ഒത്തുചേരേണ്ട ഒരു അവസരം ഉണ്ടായത്. നിങ്ങൾക്കൊക്കെ അറിയാം, ഏകദേശം 60-65% അംഗവൈകല്യമുള്ള ഒരു കുട്ടിയാണ് ഇരിങ്ങാലക്കുട ബ്ലോക്ക് പഞ്ചായത്തിലെ സ്ഥിര കേന്ദ്രത്തിലെ ഏറ്റവും ഉയർന്ന പോസ്റ്റിൽ സെക്രട്ടറിയായി ജോലി ചെയ്യുന്നത്. ഇവിടുത്തെ പഞ്ചായത്ത് അധികാരികൾ, പഞ്ചായത്ത് പ്രസിഡന്റ് അടക്കം അനധികൃതമായ പല ബില്ലുകളും കൊണ്ടുവരുമ്പോൾ അത് ഒപ്പിട്ട് കൊടുക്കാത്തതിൽ പ്രതിഷേധിച്ച് പ്രസിഡന്റിന്റെ പ്രതിഷേധം കഴിപ്പിച്ചുകൊണ്ട് ഈ 60-65% അംഗവൈകല്യമുള്ള ഈ കുട്ടിയെ ഈ ഇരിങ്ങാലക്കുട ബ്ലോക്ക് പഞ്ചായത്തിന്റെ 2ാം നിലയിലേക്ക് ഏകദേശം 10-25 സ്റ്റെപ്പുകൾ ഉണ്ടായിരിക്കും. അരയ്ക്ക് താഴെ മൊത്തം തളർന്ന കുട്ടിയെ കയറ്റിയിറക്കി ശാരീരികമായും മാനസികമായും പീഡിപ്പിക്കുന്നത് ഞങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടു. ഞങ്ങളിത് ശ്രദ്ധയിൽപ്പെട്ട അന്ന് തന്നെ ഞങ്ങളുടെ ഭിന്നശേഷി കമ്മീഷണറുണ്ട്. ഭിന്നശേഷി കമ്മീഷണറെ ഫോണിലൂടെയും പരാതി രേഖാമൂലം കൊടുത്തു. ഇന്ന് വരെ ഭിന്നശേഷി കമ്മീഷണർ ഇതിനു വേണ്ടി ഒരു കൈവിരൽ അനക്കിയിട്ടില്ല. ആ മന്ത്രിക്കും അതോടൊപ്പം തന്നെ ജില്ലാ കളക്ടർക്കും മറ്റുള്ളവർക്കൊക്കെ ഈ പണ്ടു സിന്ധുവിൻ്റെ കേസുമായി ഞങ്ങൾ പരാതികൾ കൊടുത്തു. ആ പരാതിയൊന്നും മുഖവിലക്കെടുക്കാതെ തുടർന്നും ഈ സ്ത്രീയെ മാനസികമായും ശാരീരികമായും പീഡിപ്പിക്കുന്ന നയമാണ് ഇന്ന് ഈ ബ്ലോക്ക് പഞ്ചായത്ത് നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നത്. ഇതിനെതിരെ ശക്തമായ ഒരു പ്രതിഷേധ സമരം ഇന്ന് ഒരു സൂചന സമരം നടത്തിയിട്ടുണ്ടെങ്കിൽ ഈ സമരം കേരളത്തിൻ്റെ എല്ലാ ജില്ലകളിലും വ്യാപിക്കുന്ന രീതിയിലുള്ള സമരമായി ഡിഫറൻ്റ് ഏബിൾഡ് എംപ്ലോയീസ് അസോസിയേഷനെ വിടരുന്നു മാത്രമാണ് സംസ്ഥാന സർക്കാരിനോടും ഈ ബ്ലോക്ക് പഞ്ചായത്ത് കൈകാര്യം ചെയ്യുന്ന ഇടതുപക്ഷ മെമ്പർമാരോടും ഞങ്ങൾക്ക് പറയാനുള്ളത്. ഞങ്ങളുടെ സംഘടന കക്ഷി രാഷ്ട്രീയത്തിന് അതീതമാണ്. ഇതിൽ രാഷ്ട്രീയമില്ല. ഇതിൽ കോൺഗ്രസ്സുകാരുണ്ട്, CPMകാരുണ്ട്, BJPക്കാരുണ്ട്. ഇത് കക്ഷി രാഷ്ട്രീയമായി സ്വതന്ത്ര സംഘടനയായി പ്രവർത്തിക്കുന്ന ഈ പ്രസ്ഥാനത്തിന് ഇന്നിങ്ങനെ ഒരു അവസരം ഉണ്ടാക്കിയ
പഞ്ചായത്തിൻ്റെ നടപടിയിൽ വളരെയധികം ഖേദം പ്രകടിപ്പിക്കുന്നു. ഇതിൽ നമ്മുടെ ഭിന്നശേഷി കമ്മീഷണർ ഒരു അനങ്ങാമായം സ്വീകരിക്കുന്നതിൽ ശക്തമായ പ്രതിഷേധമുണ്ട്. നമ്മുടെ ഇവിടുത്തെ സാമൂഹ്യക്ഷേമ വകുപ്പ് മന്ത്രിയും ഇവിടുത്തെ MLA കൂടിയ ബിന്ദു മേഡം ഇതിനെതിരെ പ്രതികരിക്കാത്തതിന് വളരെ അമർഷമുണ്ട്. ഈ അമർഷം തുടർന്നും ജില്ലയിലെ വിവിധ ഭാഗങ്ങളിൽ വ്യാപിപ്പിക്കരുത് എന്ന് മാത്രം പറയാനാണ് ഈ അവസരം വിനിയോഗിക്കുന്നത്. ഭിന്നശേഷി സൗഹൃദ സംസ്ഥാനമെന്ന് അഭിമാനിക്കുന്ന കേരളത്തിന്റെ പൊതു മനസാക്ഷിക്ക് ഞെട്ടലുണ്ടാക്കുന്നതാണ് ഇരിങ്ങാലക്കുട ബ്ലോക്ക് പഞ്ചായത്തിൽ ഭിന്നശേഷിക്കാരിയായ ഉദ്യോഗസ്ഥ നേരിട്ടുകൊണ്ടിരിക്കുന്ന ദുരനുഭവങ്ങളെന്ന് ഡിഫറൻറ്റ്ലി ഏബിൾഡ് എംപ്ലോയീസ് അസോസിയേഷന്റെ സംസ്ഥാന സെക്രട്ടറി രാമചന്ദ്രൻ TT പറഞ്ഞു. സംസ്ഥാനത്ത് ഈ ഭിന്നശേഷി സംരക്ഷണ നിയമവും അതേസമയം സർക്കാരിൻ്റെ ഭിന്നശേഷി സൗഹൃദ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ പുകിലടിക്കുന്ന സമയത്താണ് ഇത്തരം കാര്യങ്ങൾ ഈ ഇരിങ്ങാലക്കുട ബ്ലോക്ക് പഞ്ചായത്തിലെ ഭരണസമിതിയുടെ ഭാഗത്തു നിന്നുണ്ടാവുന്നത്. പിന്നെ ഈ ഭിന്നശേഷി സൗഹൃദ കേരളം എന്ന് പറയുന്നതിലും അല്ലെങ്കിൽ നിലവിലുള്ള ഈ ഭിന്നശേഷി സംരക്ഷണ നിയമമൊക്കെ സമൂഹത്തിൽ ഉണ്ടായിട്ട് എന്താ കാര്യം? ഭിന്നശേഷിക്കാർക്ക് യാതൊരു സംരക്ഷണവും കിട്ടാത്തൊരു സ്ഥിതിയാണുള്ളത്. ഇങ്ങനെയൊരു സാഹചര്യത്തിലാണ് ഞങ്ങളുടെ സംസ്ഥാന വൈസ് പ്രസിഡന്റായിട്ടുള്ള പണ്ടു സിന്ധു മേഡത്തിന് ഇത്തരം തിക്തമായ അനുഭവങ്ങൾ ഉണ്ടാവാനിടയായിട്ടുള്ളത്. ഇതിൽ ഞങ്ങൾക്ക് അങ്ങേയറ്റം വളരെ ശക്തമായ പ്രതിഷേധമാണ് ഇന്ന് ഒരു സൂചനാ സമരത്തിലൂടെ ഇവിടെ നടപ്പാക്കിയിട്ടുള്ളത്. ഇനിയും ഇവർക്ക് ഞങ്ങളുടെ ആവശ്യം എന്ന് പറയുന്നത് ഈ പണ്ടു സിന്ധു മേഡത്തിന് ഇവിടെ സെക്രട്ടറി പദവിയിൽ തുടർന്ന് സൗകര്യപ്രദമായ ജോലി ചെയ്യുന്നതിന് വേണ്ടിയുള്ള എല്ലാ സൗകര്യങ്ങളും ഈ പഞ്ചായത്ത് ഭരണസമിതിയുടെ ഭാഗത്തു നിന്നും ഉണ്ടാവണമെന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. ഇരിങ്ങാലക്കുട ബ്ലോക്ക് പഞ്ചായത്ത് പ്രതിപക്ഷ നേതാവ് റീന ഫ്രാൻസിസ്, സന്തോഷ് തോമസ്, നൌഷാദ് AM, പ്രശാന്ത് കളരിക്കൽ, PP ചന്ദ്രൻ, സുരേഷ് ചാക്കോ, ജയൻ EN, MS വാസുദേവൻ, രാധാകൃഷ്ണൻ പുതൂർ എന്നിവർ പ്രതിഷേധ ധർണയിൽ പ്രസംഗിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റിന്റെ കിരാത നടപടിക്കെതിരെ ഏതറ്റം വരെയും പോരാടുമെന്നാണ് ഭിന്നശേഷി ജീവനക്കാരുടെ ഏകീകൃത സ്വതന്ത്ര സംഘടന തീരുമാനിച്ചിരിക്കുന്നത്. കേരളത്തിലെ സർക്കാരുകളിലെ ഏത് തരം അവാർഡുകൾ ഉണ്ടെങ്കിലും ഏറ്റവും ഫസ്റ്റ് അവാർഡ് കൊടുക്കുന്ന ഒരു ഉദ്യോഗസ്ഥയാണ് പണ്ടു സിന്ധു. അതായത് ആ 100% ഫിറ്റായ ആൾക്കാർ ചെയ്യുന്നതിനും കൂടുതൽ ജോലിയും അതിൻ്റെ ഉത്തരവാദിത്വം വളരെ കൃത്യനിഷ്ഠയോടുകൂടി ചെയ്യുന്ന ഈ കുട്ടീനെ ഇന്ന് ഇത്രയും മാനസികമായ പീഡനത്തിനെതിരെ ഞങ്ങൾ സർക്കാരിൻ്റെ ഭാഗത്തുനിന്നോ കമ്മീഷണറുടെ ഭാഗത്തുനിന്നോ വ്യക്തമായ നടപടി ഉണ്ടായില്ലെങ്കിൽ ശക്തമായ നിയമ നടപടികളുമായി കോടതി വഴിക്കോ ഏത് നിയമ നടപടിക്കും ഞങ്ങൾ പോകുന്ന ഈ അവസരം പറയുകയാണ്.